Now I realize why the web development projects are taking such a long time to complete. എത്രമാത്രം ലോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റ് ഏകദേശം 1.5 വർഷമായിട്ടും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഉണ്ട്, പക്ഷേ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റായിട്ട് എനിക്കിതുവരെ തോന്നാത്തതുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യാൻ വെച്ചേക്കാണ്. പക്ഷേ ഞാൻ രണ്ടാമത്തെ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 3 weeks with 2 hours a day എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 42 hours കൊണ്ട് നമുക്കൊരു വെബ് പ്രോജക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു CI/CD പൈപ്പ്ലൈൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലൗഡ് സെറ്റപ്പ് വിത്ത് Ansible configuration management and a CI/CD pipeline with a cloud formation DNS setup. ഇത്രയും ഞാൻ ചെയ്തെടുത്തത് ഏകദേശം 12 മണിക്കൂർ. നിങ്ങൾ എൻ്റെ പ്രീവിയസ് പോസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. 12 hours 39 workflow runs. Final one is successful. So which means now I can deploy a web project within less than 2 minutes. So I don't have to set up anything manually. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ഇത്രയും ലോങ് ആയിട്ട് ഒരുപാട് നാൾ നീണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവോപ്സിൻ്റെ കുറവ് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ഒരു ഡെവോപ്സ് ടീം ഉണ്ടായിരുന്നില്ല. അതെൻ്റെ കുഴപ്പം തന്നെയാണ്, കാരണം ഞാനായിരുന്നു ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് ആക്ട് ചെയ്യേണ്ടത്. ബട്ട് ഐ വാസ് നോട്ട് ഡൂയിങ് ദാറ്റ് വെൽ. ബട്ട് ഇനി അങ്ങോട്ട് കൃത്യമായിട്ടായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്, അനദർ വൺ ഈസ് എന്താണ് ഡെവോപ്സിൻ്റെ ടാസ്കുകളും ക്വാളിറ്റീസും എന്തൊക്കെയാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഈ മൗസ് തന്നെ നമ്മളതിൻ്റെ ഫൈനൽ വേർഷൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതൊരു റിലീസ് വേർഷനാണ്. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക സ്ട്രക്ചറൊന്നും കാണത്തില്ല, ജസ്റ്റ് ഈ സ്ക്രോൾ ബാർസും ഒന്നും കാണത്തുന്നില്ല. ചിലപ്പോൾ അതിനകത്ത് ജസ്റ്റ് റാൻഡം ഹാർഡ്വെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് മുഴുവൻ നോട്ട് ചെയ്തിട്ട് വരും, എഴുതി വെക്കേണ്ടി വരും. പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവർ മുഴുവൻ കൺസൈസ് ചെയ്തുകൊണ്ട് എല്ലാം കൂടെ അബ്സ്ട്രാക്ട് ചെയ്യാന്ന് പറയും. ഇപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് പറയുന്നത് അബ്സ്ട്രാക്ഷൻ. എല്ലാം കൂടെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് യൂസർക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ചെയ്ത പ്രൊസീജിയർ ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല, അത് എഴുതി വെക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് ഇനി വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട് ചെയ്യാം. പക്ഷേ ഡെവലപ്പർ കൊടുക്കുമ്പോൾ ജസ്റ്റ് മൗസ് എന്താണ്, മൗസിനകത്ത് ബട്ടൺസ് എന്തൊക്കെയാണ്, അതിനകത്ത് എങ്ങനെ ഉപയോഗിക്കണം, ജസ്റ്റ് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്നതുപോലെ തന്നെയാണ് പറഞ്ഞ വെബ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും. ഡെവലപ്പർ വർക്ക് ചെയ്യുന്നത് ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിലായിരിക്കും. അവരുടെ ലോക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് വിത്ത് പ്രൊഡക്ഷൻ പോലെ ആയിരിക്കത്തില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ മുഴുവൻ നോക്കുന്ന ഏതെങ്കിലും ബ്ലോഗ് വഴിയായിരിക്കും. ആ ബ്ലോഗ് ഫോളോ ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല എന്താണ് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ബിഹൈൻഡ് ദ സീൻസ്. അപ്പം പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത എല്ലാ സ്റ്റെപ്സുകളും നോട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യുമ്പോൾ പ്രശ്നം അൺവാണ്ടഡ് കോഡ് അതിനകത്ത് വരും. അപ്പോൾ ഒരു ഡെവോപ്സ് എഞ്ചിനീയർ അല്ലാതെ ഒരാൾ ഒരു ഓപ്പറേഷൻസ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് വേറെ ഡെവലപ്മെൻറ്റ് വേറെ ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ഒരു കഥ പറയും, ഓപ്പറേഷൻസ് വേറെ കഥ പറയും. ഡെവലപ്പർ പറയും എൻ്റെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത എൻ്റെ പ്രശ്നമില്ല എന്ന് പറയും. പക്ഷേ ഒരു ഇൻ്റഗ്രേഷൻ ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഡെവലപ്പറുടെ എൻവയോൺമെൻറ്റും പ്രൊഡക്ഷനും വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് അറിയത്തില്ല എങ്ങനെ ഇവർ സെറ്റ് ചെയ്തെന്നുള്ളത്. അപ്പം ആ ഒരു ഇൻ്റഗ്രേഷനാണ് ഈ പറഞ്ഞ ഡെവോപ്സിലോട് ഉദ്ദേശിക്കുന്നത്. എന്താണോ ഡെവലപ്പർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ അത് കൊടുക്കാറുണ്ട്. ഓപ്പറേഷൻസ് ടീമിലേക്ക് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഡെവോപ്സ് എഞ്ചിനീയർ ആക്ട് ആസ് ബോത്ത്. ഡെവലപ്പറുടെ പെർസ്പെക്റ്റീവിലും ചിന്തിക്കണം, ഓപ്പറേഷൻസിൻ്റെ പെർസ്പെക്റ്റീവിലും ചിന്തിക്കണം. അപ്പം ഡെവലപ്പർ വരുന്ന കോഡിനകത്ത് എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാൻ പറ്റണം, ടെസ്റ്റ് ചെയ്യാൻ പറ്റണം, റിലീസ് ചെയ്യാൻ പറ്റണം, ഡിപ്ലോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡെവോപ്സിൻ്റെ ക്വാളിറ്റീസ് ഇത്രയേ ഉള്ളൂ. അജൈലാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സാധനം മാറ്റിമറിയാം. എന്ന് വെച്ചാൽ ഇന്നൊരു കോഡ് എഴുതി ഇന്ന് ഡിപ്ലോയ് ചെയ്തു, എന്നിപ്പോൾ നാളെ പറയുകയാണ് ആ ഫീച്ചർ വേണ്ട, വേറൊരു ഫീച്ചറുണ്ട്, എന്നീ കളയാം, നമുക്കതിന് പ്രശ്നമില്ല. അപ്പോൾ ഓരോ ദിവസവും റിലീസുണ്ട്. സ്പ്രിൻറ്റ്സ് മാക്സിമം 14 days ആണ്. ഓരോ ഫീച്ചർ ഓരോ ഇതുപോലെ ഇരിക്കും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ 1 day ആക്കാം, 7 days ആക്കാം, 2 weeks ആക്കാം, എങ്ങനെ വേണമെങ്കിലും പോകും. അത് ആ പ്രോഡക്റ്റ് എന്താണ് റിലീസ് ചെയ്യുമ്പോൾ വെബ് പ്രോജക്ട്സ് ഒന്നും 2 weeks വേണമെന്ന് ഞാൻ പറയുന്നില്ല. 2 days ഇസ് മാക്സിമം. ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ തന്നെ ചിലപ്പം 1 മണിക്കൂർ 2 മണിക്കൂർ മതിയാവും. ഒരു ഓട്ടോമേറ്റഡ് സെറ്റപ്പ് ആണെങ്കിൽ അതിലും കുറവായിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അത് ഡെയിലി സ്ക്രമാണെന്ന് വെച്ചാൽ നമ്മൾ മീറ്റിങ്സ് വിളിച്ചു കൂട്ടുന്നത് വെറുതെ കഥ പറയാൻ മാറ്റിയാൽ ചുരുക്കിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഇന്നെന്ത് ചെയ്യാൻ പോകുന്നു, വാട്ട് ആർ മൈ ബോട്ടിൽ നെക്സ് എന്തെങ്കിലും നമുക്കൊരു ക്രൗഡിൽ ഒരു സ്ക്രമ്മിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണമെങ്കിൽ ചിലപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടാവും പരിഹരിക്കാൻ. അപ്പോൾ ആ ഒരു പരിഹാരം അതിലൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വി ക്യാൻ സേവ് സം ടൈം ആൻഡ് യു ഡോണ്ട് ഹാവ് ടു റിസർച്ച് ഓൺ ദാറ്റ്. someone already knows about it.
മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സ്പ്രിന്റ് പ്ലാനിങ് ആണ്. നേരത്തെ പറഞ്ഞ സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റ് സൈക്കിളാണ്, അതിനകത്ത് റിലീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഓരോ സ്പ്രിന്റ് അപ്പോൾ ഞാൻ പറയാം ഓക്കെ എൻ്റെ സ്പ്രിന്റ് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയാണ് ഒരു ഡെമോ, അപ്പോൾ ഞാൻ പറയണ ക്ലയൻറ്റിനോട് പറയണം ഓക്കെ യു ക്യാൻ സീ ദ ഡെമോൺസ്ട്രേഷൻ ഇൻ 2 weeks അല്ലെങ്കിൽ 2 days. എൻ്റെ സ്പ്രിന്റ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അത് സ്മൂത്തായിട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം സ്പ്രിന്റിൽ വളരെ കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഡെവലപ്പർ ആൻഡ് ഓപ്പറേഷൻസ് ഈസ് ആക്ച്വലി DevOps. ഓപ്പറേഷൻസ് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ SRE സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാച്ചിങ് വരും, മോണിറ്ററിങ് വരും, ടെസ്റ്റിംഗ് വരും, പിന്നെ ഒപ്റ്റിമൈസേഷൻ വരും, ഹൈ അവൈലബിലിറ്റി വരും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വരും, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ SRE. അതിനുശേഷം CI/CD പൈപ്പ്ലൈൻസ്, ഡെവലപ്പർക്കും ഓപ്പറേഷൻസിനും ഇടയിൽ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കും. ആ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പറെ കോഡ് എടുക്കുന്നു, അൺവാണ്ടഡ് സാധനങ്ങൾ കളയുന്നു, അതിനെ ബിൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബിൽഡാണ് എടുക്കുന്നത്. അപ്പം ഡെവലപ്പർ എന്താണോ ചെയ്യുന്നത് അത് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം എടുക്കുക. അങ്ങനെ ആ ബിൽഡിനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ആ യൂണിറ്റ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ് ഉണ്ടാവും, വൾനറബിലിറ്റി സ്കാൻ ചെയ്യാം. അതിനുശേഷം സ്കാൻ വേണമെങ്കിൽ റിപ്പോർട്ട് വേണമെങ്കിൽ ഒരു ഡാറ്റാബേസിലേക്ക് എൻറ്റർ ചെയ്യാം, അത് വേണമെങ്കിൽ ഒരു കംപ്ലയൻസ് മാനേജർക്ക് മോണിറ്റർ ചെയ്യാം. അതിനുശേഷം ഈ ഒരു സ്കാൻ ചെയ്ത കോഡിനെ ഡിപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രൊഡക്ഷനിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഹാർഡൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ കോഡിന് എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർ ആണെങ്കിൽ വൾനറബിലിറ്റീസ് ഒന്നും അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഹാക്കിംഗ് ഒക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഹൈറാർക്കിസിറ്റിയിലാണ്. നമ്മൾ ഏതൊരു കാര്യം ഇപ്പം കോഡ് ഡെവലപ്പൊക്കെ ആയിട്ട് വേറെ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. ഏത് കാര്യത്തിലും നമ്മൾ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഹൈറാർക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് വേണമെങ്കിൽ എളുപ്പമായിരിക്കും. ഞാൻ കോഡിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. കോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ആൻസിബിൾ റിലേറ്റഡ് കോൺഫിഗറേഷൻ, ആൻസിബിൾ എന്ന ഫോൾഡർ ആണെങ്കിൽ ടെറാഫോമിൻ്റെ ഫോൾഡറിലും ബാഷ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഒരാൾക്ക് ഈസിലി എക്സ്പ്ലെയിനബിൾ ആണ്. അത് ഒരാൾക്ക് ഡോക്യുമെൻറ്റേഷൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്കെയിലബിൾ ആണ്. നിങ്ങൾക്കൊരു ഫീച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ മൊഡ്യൂൾ മാത്രം മോഡിഫൈ ചെയ്താൽ മതി. അല്ലാതെ ഒരു സിംഗിൾ ഫയലും ഹൈറാർക്കി ഇല്ലാത്ത കേസ് പറയാണ്. ഒരു സിംഗിൾ ഫയലാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രബിൾ ഷൂട്ടിങ് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. സ്കെയിലബിൾ അല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് ഒരു സാധനം സെർച്ച് ചെയ്യാൻ വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഡ് മെയിൻറ്റെയിനൻസ് വരത്തില്ല. പിന്നെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനിടയിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാതിരിക്കും. ആർക്ക് എവിടെ പോയി എടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഹൈറാർക്കി സെറ്റ് ചെയ്യുക. അതുകൂടാതെ ഓട്ടോമേഷൻ വേണ്ടിയിട്ട്, ഓട്ടോമേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ പൈപ്പ് ലൈനോട് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഫോൾഡറിൽ ഇന്ന സാധനം കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഫോൾഡർ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കുറേ ഫയൽസ് കൊണ്ട് ഡംപ് ചെയ്യേണ്ടി വരും. ആ ഡംപ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചിലപ്പം കോഡ് അത് ഫയൽ ഡിറ്റക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഡൈനാമിക് ആയിരിക്കും, ചിലപ്പോൾ ആ ഫയൽ ജനറേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം ഫയൽ എടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോഡ് എക്സിക്യൂഷനും ഫെയിലാവും.